നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തൽക്കാലം നമുക്ക് അതനുസരിച്ച് നിന്ന് കൊടുത്തല്ലേ പറ്റൂ. മാഡം ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നല്ലേ? കണ്ടല്ലോ, ഇതൊക്കെയാണ് ഈ ആന്റിയുടെ സ്വഭാവം. നാണക്കേടാണിത്. എന്താ വസു ഇത്? ഇത്ര വൃത്തികെട്ട സ്വഭാവമൊക്കെ നിനക്കുണ്ടായിരുന്നോ? അയ്യേ, ഒളിഞ്ഞു കേൾക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഒളിഞ്ഞു കേട്ടതൊന്നും അല്ല. ഏട്ടത്തിയോട് ഞാനൊരു കോഫി ചോദിച്ചില്ലായിരുന്നോ? അത് വൈകിയപ്പോ തിരക്കി വന്നതാ. ബെസ്റ്റ്. കോഫി ഉണ്ടാക്കുന്നത് ഇവരുടെ ബെഡ്റൂമിലാണോ? എന്തിനാ ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്? വലിയ ബിസിനസ് വുമണാണത്രേ. കഷ്ടം. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആർക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടിയാ ഞങ്ങൾ പറയുന്നതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത്? നിധി, മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കെ? ആവശ്യമില്ലാതെ എന്നെ അങ്ങ് പഴിചാരിക്കളയാവെന്ന് വിചാരിക്കണ്ട. ഏട്ടത്തിയെ കുറെ നേരമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കണ്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് തിരക്കി വന്നേ ഉള്ളൂ. തിരക്കി വന്ന ആളെന്തിനാ ഡോറ് കുറച്ചു മാത്രം പതുക്കെ തുറന്ന് പതുങ്ങി മാറി നിന്ന് കളഞ്ഞത്? ഇത്രയ്ക്ക് ചീപ്പാവരുത്. ഇതിനു വേണ്ടിയിട്ടാണോ പ്രണവിനെ രക്ഷിച്ചെന്റെ പേരും പറഞ്ഞ് ഇവിടേക്ക് തിരിച്ചു വന്നത്? ഇനി ഇത്തരം പരിപാടികളുമായി ഇവിടെ വൃത്തികേടുകൾ കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. പിന്നെ പുറത്തേക്ക് പോകുന്ന കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല. എന്നേക്കുമായിട്ടുള്ളൊരു പോക്കായിരിക്കും, ഓർത്തോ? നാണം കെട്ട് ഏർപ്പാടായി പോയി. കോഫി വേണേ താഴേക്ക് വാ. മാഡം, ഒന്ന് നിന്ന്. ഇന്നലെ രാത്രി ഈ വീട്ടിൽ 2 കള്ളന്മാര് കയറി വന്നത് ആന്റി അറിഞ്ഞായിരുന്നോ? ഒരു പെരുങ്കള്ളനും ആ കള്ളന്റെ സഹായിയുമാണ് എത്തിയത്. പക്ഷെ ലക്ഷ്യം കണ്ടില്ല. ഒരൽപ്പം മുളകുപൊടി കലക്കി അവന്മാരുടെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരു കരിയില അനങ്ങിയാൽ ഉണർന്നെഴുന്നേൽക്കുന്ന മാഡം ഇതൊന്നും അറിഞ്ഞതേയില്ല അല്ലേ? അല്ല, അറിയാൻ വഴിയില്ലല്ലോ. ഞാൻ ഇന്നലെ നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്നും അറിഞ്ഞില്ല. അത് സാരില്ല. പക്ഷെ ആ കള്ളന്മാർ ഇവിടെ വന്നത് എങ്ങനെയാണെന്നും ആരാണ് അവരെ വിളിച്ചു വരുത്തിയതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്ര തരം താഴ്ന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ സ്ത്രീയെ? നിങ്ങൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയാണെന്ന് ആരെക്കാളും നന്നായി അറിയാവുന്നവളാ ഞാൻ. ദൈവം എന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഇന്നലെ CKC എന്ന വൃത്തികെട്ടവനെ നിങ്ങൾ വിളിക്കുന്നത് ഞാൻ കേൾക്കാൻ ഇടയായത്. അറിയാലോ, എന്നോട് ആവശ്യമില്ലാതെ പന്തയം വെച്ച് ഒരിക്കൽ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയവരാ നിങ്ങള്. അന്ന് ജയം എന്റെ ഭാഗത്താണെന്നും പറഞ്ഞ് ഞാനൊന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ എന്റെ മുമ്പിൽ ഈ വീടിനുള്ളിൽ നിൽക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഞാൻ നിങ്ങൾക്ക് തന്ന ഔദാര്യം, അതുകൊണ്ട് മാത്രമാണ് വീണ്ടും നിങ്ങൾ ഈശ്വരമംഗലത്തേക്ക് തിരികെ കയറിയത്. ആ CKCയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മര്യാദയ്ക്ക് ജീവിക്കാനല്ല ഉദ്ദേശമെങ്കിൽ അറിയാലോ എന്നെ. നിങ്ങളുടെ തലതൊട്ടപ്പനായ CKCയെ തളയ്ക്കാൻ എനിക്കറിയാമെങ്കിൽ നിങ്ങളെ ഞാൻ തളയ്ക്കും. കൂച്ചുവലങ്ങിട്ട് തളയ്ക്കും വസുന്ധരെ. ഗൗതമിന് പഴയ ചില സെന്റിമെന്റ്സ് നിങ്ങളോട് കാണും. അത് പക്ഷേ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ഓടിച്ചു പുറത്തിറക്കും ഈശ്വരമംഗലത്ത് നിന്ന്, ഓർത്തോ? ഞാൻ തിരിച്ചു വന്ന ശേഷവും നിധി കളി തുടരുന്നത് യഥാർത്ഥ കളി എന്താണെന്ന് അറിയാതെയാ. ഇനിയും തിരിച്ചടിക്കാതെ ഇരുന്ന ഞാൻ ഈ നരകത്തിലെ പട്ടിയായി മാറും.
ഇനി ആ വജ്രായുധം എടുത്ത് പ്രയോഗിക്കാൻ സമയമായി. നിധി, നിനക്കുള്ള തിരിച്ചടികൾ ഇവിടെ തുടങ്ങുക. ശ്ശോ, എന്തൊരു ശല്യം ഇത്! എവിടെ ചെന്നാലും പുറകെ വന്നോളും. കൊതുക് എല്ലാത്തിനെയും പുകച്ചേ പുറത്ത് ചാടിച്ചേ പറ്റൂ. എന്തൊരു ശല്യം എന്റെ ദൈവമേ! ഏട്ടത്തി കൊതുകിന്റെ പേരും പറഞ്ഞ് ആക്ഷേപിച്ച് സംസാരിച്ചത് എന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങള് സംസാരിച്ചുകൊണ്ട് ഗൗതമിന്റെ മുറിയിൽ നിൽക്കുമ്പോ ഞാൻ വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ആ, അപ്പൊ ഒളിഞ്ഞു നോക്കി എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. അതെ, ഞാൻ ഒളിഞ്ഞു നോക്കിയത് തന്നെയാ. എന്താ ഞെട്ടിപ്പോയോ? സത്യമാ ഞാൻ പറഞ്ഞത്. ആ മുറിയില് നിധി എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടി തന്നെയാ ഒളിഞ്ഞു നോക്കിയത്. നിന്നെക്കുറിച്ച് എന്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടായിരുന്നു വസു. മറ്റുള്ളവരുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയെന്ന് ഒരു നാണമില്ലാതെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഛേ, അയ്യേ! വലിയ ബിസിനസ് വിമൻ ആണെന്നുള്ള കനവും തലയിലേറ്റി മറ്റുള്ളവരുടെ കാര്യങ്ങളില് തലയിടാൻ പാടില്ല എന്നുള്ള എത്തിക്സും പിടിച്ച് ഷോ കാണിച്ച് നടന്നാൽ ഈശ്വരമംഗലം കുടുംബം കത്തി വെണ്ണീറാവും. അതുണ്ടാവാതിരിക്കാനാ ഞാൻ നിധിയുടെ പിന്നാലെ കൂടിയതും ഒളിഞ്ഞു നോക്കിയതും. എന്തൊക്കെയാ വസു നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടത്തിക്കൊന്നും മനസ്സിലാവില്ല. കാരണം ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവരെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഏട്ടത്തിക്കില്ല. സംശയിച്ചു നോക്കണ്ട. നിധിയുടെ കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ കുടുംബത്തെ നശിപ്പിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും മെനയുന്നവളാണ് നിധി. അവളുടെ ഊരാ കുടുക്കിൽപ്പെട്ട് ഈ കുടുംബം നശിക്കാതിരിക്കാനാ അവൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാൻ ഞാൻ ഒളിഞ്ഞു നോക്കിയത്. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? സ്വന്തം കുടുംബം പോലും മറന്ന് ഈശ്വരമംഗലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവളാ നിധി. അവളെ പറ്റി വെറുതെ അനാവശ്യം പറഞ്ഞ് എന്നെ തെറ്റിക്കാന്ന് കരുതണ്ട. ഏട്ടത്തി ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് ഒന്നും കേൾക്കണ്ട. ശിവാനി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ലെന്ന് ഞാനും ഗൗതമും പ്രണവും പറഞ്ഞപ്പോ രക്തബന്ധം പോലും മറന്ന് ആ തീരുമാനത്തിന് ഒപ്പം നിന്നവളാണ് നിധി. ഏട്ടത്തി എന്റെ പ്രതീക്ഷകളെ ആകെ തെറ്റിച്ചു കളഞ്ഞു. മണ്ടിയാണെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. മരമണ്ടിയാണെന്ന് ഇപ്പൊ ബോധ്യമായി. ശിവാനിയെ നിധി എന്നേക്കുമായിട്ട് ഈശ്വരമംഗലത്ത് നിന്ന് അങ്ങ് ഓടിച്ചു വിട്ടു എന്നും അതോടെ ഈശ്വരമംഗലം കുടുംബത്തിനെയും പ്രണവിനെയും അങ്ങ് പൊതിഞ്ഞു പിടിച്ചുവെന്നും ആണോ ഏട്ടത്തി വിചാരിച്ചിരിക്കുന്നത്?